ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ന്യൂ ചാനൽ സജ്നാസ് കിച്ചൺ. ഇന്ന് നമ്മൾ നാടൻ രീതിയിൽ ഒരു ചിക്കൻ വരട്ടിയതാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമുക്ക് വേഗം നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം തന്നെ നമ്മൾ 1 കിലോ ചിക്കൻ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സവോള 3 വലുതായിട്ട് അരിഞ്ഞത്, 3 വലിയ തക്കാളി അരിഞ്ഞത്, ഒരു എരിവിനനുസരിച്ച് പച്ചമുളക് ഞാനിവിടെ ഒരു 3-4-5 എണ്ണം എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വേപ്പില. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ടുള്ള മസാല എന്താണെന്ന് നോക്കാം. 2-3 ചോള വെളുത്തുള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 വലിയ കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പും, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, 2 സ്പൂൺ മുളക് പൊടിയും. ഇനി മുളക് പൊടിയിലോട്ട് നമുക്ക് ഒരു 2 ചെറിയ സ്പൂൺ വിനാഗിരി ഒഴിക്കാം. ഇനി ഇതൊന്ന് അരഞ്ഞ് വരാൻ വേണ്ടി ആ പാകത്തിനായിട്ടുള്ള കുറച്ച് വെള്ളവും ചേർത്ത് അരച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഞാനൊരു ബൗളിലാക്കിയിട്ടുണ്ട്. നമുക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞതും കൂടി ആവശ്യമുണ്ട്. ഈ പേസ്റ്റ് നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫുള്ള് മിക്സാക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ. നേരത്തെ നമ്മുടെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മസാലയിലും നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മുടെ കോഴിക്കും ഉപ്പിട്ട് കൊടുക്കാൻ. നന്നായിട്ട് എല്ലാ ചിക്കനിലും നന്നായിട്ട് യോജിപ്പിക്കുക. ഇവിടെ നമ്മൾ വിനാഗിരി ആഡ് ചെയ്തിരിക്കുന്ന കാരണം ചിക്കൻ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമായി കിട്ടും. എന്നിട്ട് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു 20-25 മിനിറ്റ്സ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ എടുത്ത് അതൊന്ന് ജസ്റ്റ് ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് എപ്പോഴും കോഴി കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുക. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ദേ നമ്മുടെ സവാള വാടി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഒന്ന് വാടാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം ഇടാൻ. ഇനി നമുക്ക് നമ്മുടെ കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ഇടാം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിന് വേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വാടട്ടെ. ഇപ്പം ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വാടട്ടെ. നന്നായിട്ട് വാടുന്നവരെ ഇളക്കി കൊടുക്കാം. ഒന്ന് ജസ്റ്റ് വാടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2 മിനിറ്റ്സ് 3 മിനിറ്റ്സ് ഒക്കെ ഒന്ന് മൂടി വെച്ചു. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് സോട്ടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒരു 20-25 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ വരട്ടിയതിൽ ഒട്ടും വെള്ളം പാടില്ല. നമ്മുടെ ചിക്കൻ്റെ വെള്ളം തന്നെ ഇരുന്നിട്ട് ആ വെള്ളത്തിലിരുന്ന് തന്നെയാണ് ഇത് വേവേണ്ടത്. നന്നായിട്ട് നമ്മുടെ സവാളയും ചിക്കനൊക്കെ കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വലിയ സ്പൂൺ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. കാരണം ഞാൻ നേരത്തെ പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ മല്ലിപ്പൊടി ഇടുന്നില്ല. ഇനി നമുക്ക് 1 സ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഗരം മസാല അവസാനം ആഡ് ചെയ്യുന്നതാണ് നല്ലത്.
ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് നമുക്ക് കഴിക്കുമ്പോൾ കിട്ടും. അവസാനം നമുക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 20 to 25 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. അപ്പോൾ ചിക്കൻ വേകുന്ന വരെയാണ് കുക്ക് ചെയ്യേണ്ടത്. തീ സിമ്മിലാക്കി കുക്ക് ചെയ്യാനും ശ്രദ്ധിക്കുക. ഒരു 10 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട്. അപ്പം ഞാൻ ചുമ്മാ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നാടൻ രീതിയിൽ വരട്ടിയ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടുള്ള കുത്തിരി ചോറിൻ്റെ ഒപ്പം, പത്തിരിയുടെ ഒപ്പം, പൊറോട്ടയുടെ ഒപ്പം, നെയ്പത്തിരിയുടെ ഒപ്പം എന്തായാലും അടിപൊളിയായിട്ട് കോമ്പിനേറ്റഡ് ആയിട്ട് പോകുന്ന ഒരു വരട്ടിയതാണിത്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇനിയും ഞാൻ പുതിയ റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ അസ്സലാമു അലൈക്കും.